ഹലോ, അസ്സലാമലൈക്കും. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട്, നമുക്ക് നോക്കാൻ പോലും നേരമില്ല. അത്രയും മെസ്സേജ് നമുക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഡൗട്ടുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസായിട്ട് തന്നെ വന്നത്. അപ്പോൾ ഓരോരുത്തരും ചോദിക്കണ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്ക്രഞ്ചീസാണ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഐറ്റംസിനെ കുറിച്ചിട്ടാണ് എല്ലാവരുടെയും ഡൗട്ട്. അതായത് ഷോപ്പിൽ എത്രക്കാണ് കൊടുക്കുന്നത്, ഇത്താടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ഓർഡർ എടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഷോപ്പിൽ എത്ര രൂപക്ക് കൊടുക്കുക, അതുപോലെ തന്നെ മെറ്റീരിയൽസ് റേറ്റ് എത്രയാണ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് എടുക്കുന്നത്, അതുപോലെ മീറ്റർ റേറ്റ്, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ആവശ്യക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചീപ്പ് റേറ്റിന് മെറ്റീരിയൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ എടുത്താലാണ് നമുക്ക് ചീപ്പ് റേറ്റിന് മെറ്റീരിയൽസ് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മളൊരു 5-10 മീറ്റർ എടുത്തു കഴിഞ്ഞാലൊന്നും നമുക്ക് എവിടുന്നും അവർ കുറച്ച് തരില്ല. ഒരു റോള് എന്ന് പറയുന്നത് തന്നെ 20 മീറ്ററാണ്. അതായത് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചില കടകളിൽ 20 മീറ്റർ ഉണ്ടാവും, ചില കടകളിൽ 30 മീറ്റർ, അങ്ങനത്തെ ഒരു ബണ്ടിലാവും. ആ ഒരു ബണ്ടിൽ 6 കളറെങ്കിലും നമ്മൾ എടുത്താലാണ് നമുക്ക് നമ്മൾ വിചാരിച്ച റേറ്റിൽ നമുക്ക് സാറ്റിൻ മെറ്റീരിയൽസ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് ലോങ് സ്ഥലത്തു നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവർ അവിടെ നിന്ന് കൊറിയർ അയച്ചു തരികയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും വേറൊരു പാർട്ട്ണറും രണ്ടാളും കൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് ഇറക്കി തരുന്നതും എല്ലാം അവരാണ്. നമ്മൾ ഇവിടുന്ന് തയ്ച്ചിട്ട് അവർ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ട് അതിൽ വേണമെന്ന് പറയണവർക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുക. അത്രയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസായിട്ട് വരാൻ കാരണം, ഒരുപാട് പേര് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് ഇത്ര മെറ്റീരിയൽസ് എടുക്കുന്നത്. അതിപ്പോൾ ഏതൊരാളും നമ്മൾ പറഞ്ഞു തരില്ലല്ലോ. കാരണം നമ്മളും എന്തെങ്കിലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചീപ്പ് റേറ്റിന് എവിടുന്ന് അന്വേഷിച്ചിട്ടാണ് നമ്മളും അത്രയും റേറ്റ് കുറവിൽ നമ്മൾ മെറ്റീരിയൽസ് എടുക്കുന്നത്. പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത് എന്തെങ്കിലും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് എടുക്കുന്നുണ്ട്. മീൻസ് ബൾക്ക് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് തന്നെ ചിലപ്പോൾ ഒരു 50 പീസ് 100 പീസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഷോപ്പുകളിൽ പോയിട്ട് ചോദിക്കുക, അങ്ങനെ സ്ക്രഞ്ചീസ് അടിക്കുന്നുണ്ട്, അപ്പോൾ കടകൾക്ക് കൊടുന്നാൽ നിങ്ങൾ എടുക്കുമോ. നിങ്ങൾ ആദ്യം തന്നെ തളർന്ന് പോവുകയാണ്, എനിക്കിതൊന്നും സെയിലാവണില്ല. കുറച്ചൊക്കെ ഒരു കഷ്ടപ്പാടുണ്ട്, അല്ലാണ്ട് പെട്ടെന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും കൊണ്ട് സക്സസ് ആവുമൊന്നുമില്ല. അപ്പോൾ അതിന് വെച്ചിട്ട് മെനക്കെട്ട് നമ്മൾ ഷോപ്പുകളിലൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് സ്ക്രഞ്ചീസ് അടിച്ച് കൊടുന്നാൽ എടുക്കുമോ. അവർ പുറം ലോകത്ത് പോയിട്ടാവും അവർ എടുക്കുന്നുണ്ടാവുക. പക്ഷേ അവർക്ക് അതിലും കുറഞ്ഞ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും. അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ട് എനിക്ക് സെയിലൊന്നും ആവണില്ല, ഇത്താക്ക് കുറേ സെയിലുണ്ടല്ലോ, ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെയാണ് ഒരുപാട് പേര് മെസ്സേജ് വിടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ആ ട്രിക്ക് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് നിങ്ങൾ എടുക്കുക. ബൾക്കായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് തരിക. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് റേറ്റ് കുറച്ച് കിട്ടുമ്പോൾ അതിൽ 2-3 രൂപ ഒരെണ്ണെത്തുമ്പോൾ കൂട്ടിയിട്ട് നിങ്ങൾ ഷോപ്പുകളിൽ കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും, ബൾക്കായിട്ട് ഓരോ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്, ഷോപ്പുകൾക്കും അതെ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബൾക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് കുറവിൽ നമ്മൾ തരും. എന്നിട്ട് റീറ്റെയിൽ റേറ്റ് ഞാൻ എത്രയാണോ പറഞ്ഞത് വെച്ചെങ്കിൽ ആ ഒരു റേറ്റിന് നിങ്ങൾ ഷോപ്പുകളിൽ കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് നമുക്ക് ഈ ട്രിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ട്രിക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ഇതിന് ഇറങ്ങുമ്പോൾ അതിൻ്റേതായ തയ്യാറെടുപ്പിൽ ഇറങ്ങാൻ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഷോപ്പുകളിലൊക്കെ പോയിട്ട് അന്വേഷിക്കുക, ഇങ്ങനെ സ്ക്രഞ്ചീസ് അടിച്ച് കൊടുന്നാൽ എടുക്കുമോ എന്നൊക്കെ നിങ്ങൾ കടകളിൽ പോയിട്ട് ചോദിക്കുക. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് കുറവിൽ ബൾക്കായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു റേറ്റിന് തരും. അത് ബോ ആണെങ്കിലും എന്താണെങ്കിലും
സ്റ്റാറ്റസ് അതുപോലെ തന്നെ യൂട്യൂബ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾ സ്റ്റോറി അതുപോലെ തന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊക്കെ വഴി തന്നെയാണ് നമുക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിക്കണ പോലെയൊക്കെ ഞാനും വിചാരിച്ചിട്ട്